കള്ളന്മാരെ കയ്യിലെ കത്തിന്റെ തിളക്കം കാണുമ്പോ പള്ളിക്കാട്ടിലെ മൈലാഞ്ചിച്ചെടിയും അതുപോലെ തന്നെ മീസാങ്കലും ഓർമ്മ വരും. രണ്ടു ദിവസം മുമ്പ് ബത്തിയിൽ നടന്നൊരു സംഭവമാണിത്. അതായത് ബത്ത സൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമുള്ള കാര്യമല്ല, കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. മൻസൂർ, ഇത് റിയാദിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് മൻസൂർ. അപ്പോൾ അവന്റെ വീഡിയോയിൽ അവൻ പറയണത് എന്താന്ന് വെച്ചാൽ, അവൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് സാമൂഹ്യ പ്രവർത്തകരായിട്ട് സംസാരിച്ചു. അവര് പറഞ്ഞത് ബത്ത സൂക്കില് ഉള്ള ആളുകളും മലയാളികളും ഈ ആക്രമണത്തിന് ഇരയായ ആളുകളും അവിടെ നിലവിലുള്ള കച്ചവടക്കാര്, അതായത് അവിടെയുള്ള മലയാളികൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഒരു ഒപ്പുശേഖരണം നടത്തുക. ഒപ്പുശേഖരണം നടത്തിയിട്ട് എംബസി വഴി ഒരു കംപ്ലൈന്റ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വേറെ നമുക്ക് പ്രതികരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. പൊതുവെ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് പ്രതികരിക്കാൻ നമ്മൾ നിന്നുണ്ടെങ്കിൽ നമ്മൾ ജീവൻ നഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ. കാരണം കള്ളന്മാരാണ്, കറുപ്പന്മാരാണ്, അവർക്കൊന്നും ചിന്തിക്കാനോ ഇല്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ നാടും വീടും കുടുംബമൊക്കെ വിട്ടുവിടെ വന്നിട്ട് ജീവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ. അപ്പൊ ഈ വിഷയം എല്ലാവരും ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഇനി ഒരു വിഷയം ബത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുള്ളൂ. ഒപ്പുശേഖരണം നടത്തുക. ബത്ത മലയാളി സൂക്കിലുള്ള എല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി. നടക്കും, നടക്കാത്ത വിഷയമൊന്നുമില്ല. അപ്പൊ ഗവൺമെന്റ് ശ്രദ്ധ വരും ചെയ്യും ആ ഭാഗത്തേക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബത്തിയിലുള്ള ആളല്ല, ഞാൻ പുറത്തുള്ള. ഞാൻ ബത്തിയിൽ മാസത്തിൽ 1-2 പ്രാവശ്യം വരും പോവും, അത്രേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നമ്മളോട് ആളുകൾ പറയല എന്താ വെച്ചാൽ, മോനെ 11:30 മണി കഴിഞ്ഞാല് ശ്രദ്ധിക്കട്ടോ, കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയണതല്ലേ എന്നും. അതായത് മിക്കവാറും ദിവസങ്ങളിലും അവിടെ നടക്കുന്ന സംഭവമാണ്. അതായത് ഇങ്ങനത്തെ വലിയ കേസുകൾ വരുമ്പോഴാണ് വീഡിയോകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ, അസ്സലാമ.